സംസാരിക്കാം. അപ്പൊ സമയമില്ല, അവർ ഒറ്റപ്പെടുകയാണ്, എല്ലാവരുടെയും സംസാരം ദിവസുകളോടാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളൊക്കെ പ്രത്യേകം സംസാരിച്ച് സന്തോഷം അറിയിച്ചുകൊണ്ട് ആ ബന്ധങ്ങൾ പുലർത്തണം. കുടുംബം പുലർത്തുക എന്നത് നമുക്ക് ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും വളരെ ഗുണമുള്ള കാര്യമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഏറ്റവും പറ്റിയൊരു സന്ദർഭമാണ്. നമ്മളത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം പെരുന്നാളിൽ ശ്രദ്ധിക്കേണ്ടത് പരമാവധി ഗുണങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള എത്രയോ ആളുകൾ നമ്മൾ പല സഹായങ്ങളും നമ്മളെ ഗുണങ്ങളൊക്കെ ലഭിക്കേണ്ട ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുള്ളവരുണ്ട്. അവരൊക്കെ കണ്ടെത്തുകയും ഈ പെരുന്നാളിന്റെ സന്തോഷമായി നമ്മൾ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നത് ഇന്നത്തെ വലിയൊരു പുണ്യമാണ്. അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഈ 30 ദിവസങ്ങളായി നമ്മൾ നേടിയെടുത്ത വലിയ ചിട്ട അത് പാലിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ നല്ല കാര്യങ്ങൾ ചെയ്തത് പെട്ടെന്ന് നിസ്ഫലമാക്കി കളയുന്നതിന്റെ ഒരു ഉദാഹരണം സൂറത്തുൽ നഹ്ലിലൂടെ പറയുന്നുണ്ട്. വലാ തകൂനൂ കല്ലതീ നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ